അപ്പോൾ കാശ്മീരിലുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ശ്രീനഗറിലാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടുന്ന് ഗുൽമാർഗിലേക്ക് പോയിട്ട് അവിടെ കുറച്ച് എക്സ്പ്ലോർ ചെയ്യുക എന്നതാണ്. അപ്പോൾ ഞാൻ താമസിച്ച റൂമിൻ്റെ അവിടുന്ന് ഇപ്പോൾ നടക്കുകയാണ്. ഈ ബാക്കിൽ കാണുന്നതാണ് ഞാൻ താമസിച്ച റൂമിൻ്റെ അടുത്തേക്ക് പോകാനുള്ള വഴി. ഏതാ ഗ്ലൗ ഇട്ടാരണം, ഗ്ലൗ ഒക്കെ ഇട്ടാരണം. വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെയൊക്കെ മൊത്തം ചെളിയാണ്. അങ്ങ് അവിടെ കാണുന്ന മലേൻ്റെ ഇടക്കൊക്കെ നോക്കിയാൽ ഫുള്ളും സ്നോ. ഇന്നലെ വരുന്ന സമയത്ത് സ്നോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഫുള്ള് സ്നോ ആണ്. പിന്നെ ഇവിടെ തന്നെ ഒരു പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു പള്ളിയൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ നമുക്ക് നേരെ നടക്കുക. ഈ ഒരു ഭാഗത്ത് നമ്മളെ വണ്ടി വരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കാത്തിക്കാം. 9 മണിക്ക് വരുന്നതാണ് പറഞ്ഞത്. സമയം ഇപ്പോൾ ഓൾറെഡി 9:15 ആയി. നമ്മൾ ഇറങ്ങുമ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. അവിടെ നല്ല രീതിയിലൊരു ടവർ. അതാ ശ്രീനഗറിലെ ഡാൽ ഗേറ്റിൻ്റെ അടുത്തുള്ള യങ് മസ്കൻ പാലസ്. ഈ ഒരു ഭാഗത്താണ് ഞങ്ങൾ താമസിക്കുന്നുള്ളത്. പിന്നെ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ രാത്രി കാഴ്ച. സ്നോഫോളൊന്നും ഇല്ല ഇപ്പോൾ ഇവിടെ. ഇന്നലെ നല്ല രീതിക്ക് സ്നോഫാൾ ഉണ്ടായെന്ന് പറഞ്ഞു. ഇന്നലെയും പിന്നെ ഡിസംബർ 29-നാണ് ഇവിടെ നല്ല രീതിക്ക് സ്നോഫാൾ ഉണ്ടായത്. ഇന്നിവിടെ സ്നോഫാളൊന്നുമില്ല, പക്ഷെ നല്ല തണുപ്പാണ്, നല്ല തണുപ്പ്. പിന്നെ ആ മലേൻ്റെ വീട്ടിൽ നല്ല രീതിക്ക് സ്നോഫോളൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ അതിൻ്റെ ഒരു ലക്ഷണങ്ങൾ കാണാം നമുക്കവിടെ. നല്ല ഫോഗിയാണ് അവിടെ. പിന്നെ ഇവിടെ വലിയ ഫോഗൊന്നുമില്ല. അപ്പോൾ നാട്ടിലൊക്കെ വിൻ്ററിൻ്റെ സമയത്താണെങ്കിൽ രാവിലെ എഴുന്നേച്ച് കിടക്കുമ്പോൾ നല്ല ഫോഗായിരിക്കും. പക്ഷെ ഇവിടെ ആ ഒരു പ്രശ്നമില്ല. കാരണം സ്നോ ഓൾറെഡി കാശ്മീരിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൊക്കെ ആയിട്ട് വരുന്നുണ്ടാവുമല്ലോ. അതുകൊണ്ട് ആ ഒരു ഫോഗി കുറച്ച് മാറിക്കിട്ടും. നമ്മളെ വണ്ടി വന്നിട്ടാ സോൻമാർഗിലേക്ക് പോകാനുള്ള. നമ്മളിപ്പോൾ വണ്ടിക്കകത്ത് കയറി. അപ്പാട്ടാണ് ഇവരൊക്കെ 400 രൂപ പറഞ്ഞത്. ഇവിടെ വേറെ കുറേ മലയാളികളുണ്ട്, ഞങ്ങൾ മാത്രമല്ല, വേറെ ഒരു ടീം കൂടിയുണ്ട്. ചെറിയൊരു ട്രാവലറാണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഒരു സീറ്റ്, ഇപ്പുറത്ത് 2 സീറ്റ്, പിന്നെ ഇപ്പുറത്ത് അതൊരു ബാക്ക് മൊത്തമായിട്ടുള്ള സീറ്റ്. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇവിടെ നമുക്ക് കുറച്ച് വിഷ്വൽസൊക്കെ നല്ല രീതിക്ക് എടുക്കാം. നല്ല ഓപ്പൺഡ് വിൻഡോ ആയതുകൊണ്ട് നല്ല രീതിക്ക് തന്നെ ഇവിടെ നമുക്ക് വീഡിയോ എടുക്കാം. പിന്നെ രാവിലെ ചായ ഒന്നും കുടിക്കാൻ പറ്റിയിട്ടില്ല. ചായ കുടിക്കാൻ കട തപ്പി പോകുമ്പോഴേക്കും ബസ് വന്നു, സോറി വണ്ടി വന്നു, ട്രാവലർ വന്നു. ഇപ്പോൾ നമുക്കിങ്ങനെ സോൻമാർഗിലേക്ക് പോകുന്ന കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ വണ്ടി എടുത്തു. കുറച്ച് ആൾക്കാരും കൂടി വരാനുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ ഇന്നലെ നടന്നിട്ട് വന്ന വയ്യാന്ന്. ടൗണിന്റെ ഭാഗത്ത് നിന്ന് ടൗണിന്റെ ഭാഗത്ത് നിന്ന് റൈറ്റോട്ട് പോയി. തണുപ്പായ മൊത്തം ഫോഗ് കിടക്കുകയാണ് ക്ലാസ്സിനൊക്കെ. അതിന് ഡിലീറ്റ് ആക്കിയിട്ട് ഫുള്ള് കളഞ്ഞിട്ട് ഒന്നുകൂടി അപ്പം ആയിട്ട് സാധനം കംപ്ലൈന്റ് ലോക്ക് ആവണില്ല. ഇവിടുന്ന് സോൻമാർഗിലേക്ക് 66 കിലോമീറ്റർ. ഏകദേശം 1.5 മണിക്കൂറിന്റെ യാത്രയുണ്ട്. ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ അതിന് കൂടുതൽ എടുക്കും.
ഒരു അടിപൊളി മല വയ്ക്ക. സോൺമാർഗ് എത്തുന്നതിന് മുമ്പുള്ള ഒരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ നിർത്തിയിരിക്കുന്ന സ്ഥലമാണ്. സീൻ സ്ഥലം. അവിടെയൊക്കെ സൂര്യനൊക്കെ കണ്ടിട്ട് ഇന്ന് സൂര്യനെ കാണുന്നുണ്ട്. ഇന്നലെ സൂര്യനെ തീരെ ഇടായിട്ടില്ല. ഇവിടെയൊക്കെ നല്ല ഫ്രഷ് സ്നോ ഉണ്ട്. ഇന്നലെ രാത്രിക്ക് ഇത് സ്നോ ആയിരിക്കും. ആ ഒരു ദാബാൻ്റെ പുറത്തെ ഭാഗത്തുള്ള കാഴ്ചയാണിത്. ഇതൊക്കെ ഒരു നദിയൊക്കെ പോകുന്നുണ്ട്. നല്ല രസമാണ് കാണാൻ. ഇത് ഏതോ ഒരു നദി, പേരൊന്നും എനിക്കറിയില്ല. പേരൊന്നും ഞാൻ നോക്കിയിട്ടേ ഇല്ല. ഇവിടെ നെറ്റ്വർക്കൊന്നും കിട്ടാത്ത കാരണം ഒന്നും കിട്ടുന്നില്ല. പിന്നെ ആ ഒരു ഭാഗത്തൊക്കെ എന്തൊക്കെയോ വീടുകളൊക്കെ ഉണ്ട്. പിന്നെ സൂര്യൻ ഇങ്ങനെ ഇവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് കറക്റ്റ് ഇങ്ങോട്ടൊക്കെ തന്നെ അടിച്ച് കയറിയ, കണ്ണിലേക്ക് അടിച്ച് കയറിയ. പിന്നെ നടക്കൊക്കെ ആയിട്ട് കുറേ സ്നോ ഒക്കെ ഉണ്ട്. അതൊക്കെ ചെറുതായിട്ട് ഉരുകിയതിൻ്റെ ലക്ഷണങ്ങളുണ്ട്. ചെറുതായിട്ട് മെൽട്ടായിട്ട് പോയിട്ടുണ്ട് സൂര്യപ്രകാശ കാരണം. സോനാമാർഗ് ഇവിടുന്ന് 13 കിലോമീറ്ററാണ്. ചുറ്റും മലനിരകളാണ്. മണ്ണിൽ മൂടി കിടക്കുന്ന മലനിരകൾ. നേരെ മുന്നിലോട്ട് കാണാം സോനാമാർഗ് 13 കിലോമീറ്റർ. പക്ഷേ ഇവിടുന്ന് നമുക്ക് വേറെ വണ്ടി മാറിക്കയറേണ്ടതായിട്ടുണ്ട്. ചെയിനുള്ള വണ്ടിയിൽ, ടയറിൽ ചെയിൻ വെച്ചിട്ട് ഓടുന്ന വണ്ടിയിൽ. കാരണം അങ്ങോട്ടുള്ള സ്നോ ആയിരിക്കുമല്ലോ. അപ്പം അവിടെ ഉരുതി പോകാതിരിക്കാനുള്ള ആ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ച തന്നെയാണ്. മൊത്തം മണ്ണിൽ മൂടി കിടക്കുന്ന മല. ഇവിടെയൊക്കെ ഇതിൻ്റെയൊക്കെ മീറ്റ മൊത്തം സ്നോ ആണ്. അടിപൊളി വ്യൂ. ഇവിടെ വന്നിട്ട് നമ്മൾ ഈ സംഭവം, ഈ ഷൂ വാങ്ങണം. പ്ലാസ്റ്റിക്കിൻ്റെ ഷൂ റെൻറ്റിനെടുക്കണം. എന്നാലേ നമുക്ക് സോൻമാർഗ് ആ ഭാഗത്തോട്ടേക്ക് ഐസ് ചവിട്ടാൻ വേണ്ടി പറ്റും. കേട്ടോ, നല്ല രീതിക്ക് തന്നെ സ്നോ ഉണ്ടോ. അതിനൊക്കെ ഈ ഒരു സംഭവം തന്നെ വേണോ. വരുന്ന 13 കിലോമീറ്ററാണ്. അപ്പോൾ ടാക്സിക്ക് 2500 രൂപ 8 പേർക്ക്. അങ്ങനെയാണ് അവർ റേറ്റ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം 5000 പറഞ്ഞാൽ നമ്മളത് പറഞ്ഞ് ഉറപ്പിച്ച് അങ്ങ് എത്തിച്ചതാന്ന് ബാർഗൻ ചെയ്ത്. നമ്മൾ ഇവിടുന്ന് യാത്രയായി സോൻമാർഗിലേക്ക്. ഒട്ടും ക്ലീൻ ഇല്ല.
ഒരു മാറ്റുന്നതായിരിക്കും വീണാലും. പിന്നെ ഇപ്പൊ ഈ വണ്ടി വേണ്ടില്ലേ? ഒരു പൈസ തൊട്ട് എടുത്ത് അത് നല്ല മുതലാക്കണമെന്ന്. ഈ ഒരു ഗ്ലാസ് തുറക്കാൻ പറ്റില്ല, അതാണ് നല്ല വീഡിയോ എടുക്കാനും. നല്ല പറക്കി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. -3 ആണ് ഇപ്പൊ ഡിഗ്രി. ഗ്ലാസ് തുറക്കാനേ പറ്റില്ല, നല്ല രീതിക്ക് അവര് പൂട്ടിയിട്ടുണ്ട്. കാരണം ഇല്ലാതെ മാത്രമേ ഇപ്പം ഒരു കാലാവസ്ഥ കണ്ടാൽ തോന്നുന്നുണ്ടാവും ഇതൊരു രാവിലെയാണ്. പക്ഷെ രാവിലെ 2 മണി ആ സമയം നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ എന്തൊരു ചാവുണ്ടാവും. ഇപ്പൊ ഈ സമയം നോക്കി ഉച്ചക്ക് 2 മണിയാണ്. 2 മണിയാണ് ഇപ്പം പോകുന്നുണ്ട്. ഉച്ചക്ക് 2 മണിയുടെ കാലാവസ്ഥ അടിപൊളിതാണ്. ശ്രീനഗറിൽ ഇപ്പോൾ 78 കിലോമീറ്റർ കവർ ചെയ്തേ. അവിടെ ശ്രീനഗർ 78 കിലോമീറ്റർ, ശ്രീനഗർ നമ്മൾ 78 കിലോമീറ്റർ കവർ ചെയ്താൽ ഇപ്പോൾ ഇവിടുന്ന് കുറച്ചൊരു 3 കിലോമീറ്റർ തുറന്നിട്ട് സോൻമർഗിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നോക്കൂ ഗായ്സ്, സോൻമർഗിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കുറച്ച് ട്രക്ക് ചെയ്ത് കയറിയാണ്. കുറച്ച് അങ്ങോട്ടേക്ക് ജസ്റ്റ് ഒന്ന് ട്രക്ക് ചെയ്യാന്ന് വെച്ചാൽ ചുറ്റും നിന്ന് കാണുന്ന വ്യൂ നോക്കികളെ. നോക്കൂ ഗായ്സ്, ഇവിടെ വന്ന് ആക്ടിവിറ്റീസ് ചെയ്യില്ല കുറിച്ചില്ല. ഇവിടെ കയറി വന്നത് തന്നെ കാശ്മീർ വരുന്നത് സോൻമർഗ് മസ്റ്റ്. നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടോ. ഇവിടെ അടിപൊളിയാണ് ഗായ്സ്. മൊത്തത്തിലുള്ള ചെലവൊക്കെ 700 രൂപയാണ് ആയത് ഇന്നത്തെ. അപ്പ് ആൻഡ് ഡൗൺ ആട്ടോ. അടിപൊളിയാട്ടോ ഇവിടെ. ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 7 കേട്ടോ. വീഡിയോ ഇപ്പോൾ കുറേ വന്നിട്ടുണ്ടാവും, പക്ഷെ ഡേറ്റ് ജനുവരി 7. ഇന്നിപ്പോൾ ഇവിടുത്തെ കറണ്ട് ടെമ്പറേച്ചർ -3 ആണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല കാറ്റുകൂടി ഇവിടെ. ഇത്ര നല്ല ആഴത്തിലുള്ള സ്നോഫാൾ ഉണ്ട് ഇവിടെ. സ്നോ ഉണ്ട്. ഇവരൊക്കെ ഫോട്ടോ എടുക്കുന്നതാണ്. കൂടെ വന്ന ആൾക്കാരൊക്കെ ഭയങ്കര ഫോട്ടോ എടുപ്പ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ 100 രൂപ കൊടുത്താൽ റീലൊക്കെ ആക്കി തരും. അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യുന്നില്ല, കാരണം നല്ല ഫോണൊക്കെ ഉണ്ട് തന്നെ എടുത്ത് വീട് തന്നെ എടുക്കാതെ പ്ലാനാണ്. നല്ല കഥപ്പുണ്ട്. കാര്യം പറഞ്ഞു ഇത് പറയാം, നല്ല കഥപ്പുണ്ട്. ഇങ്ങോട്ട് വരുന്നവരൊക്കെ നല്ല ശ്രദ്ധിക്കാം. അപ്പോൾ ഞാൻ കേരളത്തിൽ നിന്ന് സോൻമറയിലേക്ക് എങ്ങനെ എത്തിയെന്നൊക്കെ പറയാം. അതുപോലെ തന്നെ ചിലവരുടെ കാര്യം പറയാം. ഞാൻ ആദ്യം പറയാം. അത് തന്നെ പറയുകയാണെങ്കിൽ ഞാൻ കേരളത്തിൽ ട്രിവാൻഡ്രം കൊച്ചുവേളിയിൽ യോഗനഗർ ഋഷികേശിലേക്ക് വന്ന സൂപ്പർ ഫാസ്റ്റിൽ കയറിയിട്ടാണ്
ഡൽഹിയിലേക്ക് വന്നത്. യോഗ ഋഷികേശ് വരെ തന്നെയാണ് ടിക്കറ്റ് എടുത്തത്. പക്ഷേ ഹേംകുണ്ട് എക്സ്പ്രസ് ക്യാൻസൽ ആയ കാരണം ഡൽഹി ഇറങ്ങേണ്ടി വന്നു. പിന്നെ ഡൽഹിയിൽ നിന്ന് ഉധംപൂരിലേക്ക് ട്രെയിനിൽ വന്നു. പിന്നെ ഉധംപൂരിൽ നിന്ന് ബനിഹാളിലേക്ക് ഒരു ഷെയർ ടാക്സി ആക്കി. പിന്നെ അവിടെ നിന്ന് ബനിഹാൾ ടു ശ്രീനഗർ ഒരു ട്രെയിൻ ജേണി, മറ്റേ മഞ്ഞിലുള്ള ട്രെയിൻ ജേണി ഉണ്ടല്ലോ, ആ ഒരു ട്രെയിൻ ജേണി ചെയ്തു. കാശ്മീർ പോയ ട്രെയിൻ ജേണി, അതിലൂടെ നമുക്ക് ശ്രീനഗറിലേക്ക് എത്താം. അതിൽ ലാസ്റ്റ് ട്രെയിൻ ചെയ്തത് 4:25 പിന്നെ 4:45 ഒരു ട്രെയിൻ ഉണ്ട്. അത് AC ടൂറിസ്റ്റ് വിസ്തരം സ്പെഷ്യലാണ്. അത് നല്ല റേറ്റാണ്, കത്തി വരിക 970, 1000 അടുത്തൊക്കെ ഉണ്ട് ഒരു ട്രെയിനിൻ്റെ റേറ്റ്. 1 മണിക്കൂറിന് 1000 രൂപയൊക്കെ ഉണ്ടാവും. 1 മണിക്കൂർ ഡിസ്റ്റൻസാണ് ശ്രീനഗർ ടു ബനിഹാൾ ട്രെയിനിൽ വരുന്നത്. പിന്നെ ശ്രീനഗറിൽ നിന്ന് ഇവിടത്തേക്ക് സോൻമാർഗിലേക്ക് 2 വണ്ടി ആയിട്ടാണ് വന്നത്. ആദ്യം ട്രാവലറും പിന്നെ ഇവിടത്തേക്ക് ഒരു ചെറിയൊരു ടാക്സി ആക്കിയിട്ടാണ് വന്നത്. അപ്പോൾ ചിലവൊക്കെ എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ സംസാരിക്കാൻ പറ്റില്ല കേട്ടോ, നല്ല രീതിക്ക് തന്നെ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. കാരണം നല്ല അത്ര ഉയരത്തിലാണല്ലോ ചില എയർപോർട്ടിൽ. അപ്പോൾ ഞാൻ ചിലവൊക്കെ പറയാം. കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് സ്ലീപ്പർ ക്ലാസ്സിന് ഒരാൾക്ക് 950 വരെ ടിക്കറ്റ് ഫെയർ വരും. ഇത് തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്കുള്ള ഫെയറാണ് പറഞ്ഞത്. 950 വരും. പിന്നെ ഡൽഹിയിൽ നിന്ന് ഉധംപൂരിലേക്ക് ട്രെയിൻ എടുക്കാം. 200 രൂപയാണ് അവിടെ ഫെയർ ആവുക. ഡൽഹി ടു ഉധംപൂർ 200 രൂപ. പിന്നെ ഉധംപൂരിൽ നിന്ന് ബനിഹാളിലേക്ക് നമ്മൾ വന്നൊരു ഷെയർ ടാക്സി ആക്കിയാൽ. അപ്പോൾ നിങ്ങൾക്ക് ബനിഹാളിൽ എത്തിക്കഴിഞ്ഞാൽ ഉധംപൂർ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇഷ്ടം പോലെ ബനിഹാളിലേക്ക് വരാനുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ കൂടി ഗ്രൂപ്പായി നിങ്ങൾക്ക് ടാക്സി നമുക്ക് റേറ്റ് ഷെയർ ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്ത് വരുമ്പോൾ ഒരു ടാക്സിക്ക് ഒരാൾ കൊടുക്കേണ്ട ഫെയർ 500 രൂപ മാത്രമാണ്. അപ്പം ഒരു 8 പേരൊക്കെ ഉണ്ടെങ്കിൽ അവർ 500 രൂപ ടാക്സിയിൽ നമുക്ക് വരാൻ പറ്റും. 8 പേര് അറിയുമ്പോൾ 500 × 8 4000 വരും. 4000 രൂപയാണ് ടാക്സിൻ്റെ ഫെയർ ഉധംപൂർ ടു ബനിഹാൾ. അപ്പോൾ നമ്മൾ 8 പേരുണ്ടായി. അപ്പോൾ ഞാൻ 500 രൂപ കൊടുത്തിട്ട് ഇവിടെ എത്തി, ബനിഹാളിലെത്തി. ബനിഹാളിൽ നിന്ന് ശ്രീനഗറിലേക്ക് നമുക്ക് ട്രെയിൻ കിട്ടും. ഇന്ത്യൻ റെയിൽവേൻ്റെ തന്നെ ട്രെയിൻ ഉണ്ട്. അതായത് ഈ സ്നോയിലൂടെ പോകുന്ന ട്രെയിനുകൾ കണ്ടിട്ടുണ്ടാവില്ല, എൻ്റെ വീട്ടിൽ തന്നെ കണ്ടിട്ടുണ്ടാവില്ല. എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ആ ഒരു വീഡിയോയിൽ കണ്ട ആ ട്രെയിൻ കിട്ടും. അതിൻ്റെ ഫെയർ വരുന്നത് വെറും 20 രൂപയാണ്. ബനിഹാൾ ടു ശ്രീനഗർ 20 രൂപ. അതിൻ്റെ ലാസ്റ്റ് ട്രെയിൻ വരുന്നത് 4:25-25 അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ 4:25 മുമ്പായിട്ട് തന്നെ ശ്രീനഗർ ബനിഹാൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ ശ്രമിക്കുക. അവിടെ നിന്ന് ശ്രീനഗറിലേക്ക് 20 രൂപ ടിക്കറ്റാണ്. പിന്നെ നമ്മൾ അന്ന് ദിവസം രാത്രി തന്നെ ശ്രീനഗർ ഡാൽ ഗേറ്റിൻ്റെ അവിടെ റൂം എടുത്ത് അവിടെ സെറ്റിലായി അവിടെ നിന്ന് റെസ്റ്റ് ചെയ്ത് പിന്നെ പിറ്റേന്ന് നമ്മൾ രാവിലെ ട്രാവലറാക്കി. അത് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏജൻറ്റ് കിട്ടും. മലയാളി ചേട്ടന്മാരോ മലയാളി ചേട്ടന്മാരെയും കുറച്ചും കൂടി ബെറ്റർ ആണ് എനിക്ക് തോന്നുന്നത്. ആ ഏജൻറ്റിന് അപ്പ് ആൻഡ് ഡൗൺ സോൻമാർഗിലേക്ക് 400 രൂപ പറയും. ഈ 400 രൂപ എന്ന് പറയുന്നത് ഡയറക്റ്റ് സോൻമാർഗല്ല. ഇവിടെ സോൻമാർഗ് എത്തുന്നതിന് മുമ്പ് 14 കിലോമീറ്റർ മുമ്പ് ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് നേരെ ഓർമ്മയില്ല, ഞാൻ അവിടെ കൊടുക്കാം. അവിടത്തേക്ക് അപ്പ് ആൻഡ് ഡൗൺ 400 രൂപ. പിന്നെ അവിടെ നിന്ന് ഇവിടത്തേക്ക് സോൻമാർഗിലേക്ക് നിങ്ങൾ ടാക്സിനെ ആക്കേണ്ടി വരും. അങ്ങനെ ടാക്സി ആക്കുമ്പോൾ അവർ ആദ്യം ഫെയർ 4000-4500 രൂപയൊക്കെ പറയും. അത് നിങ്ങൾ ബാർഗെയിൻ ചെയ്താൽ കുറച്ച് 2500 എത്തിക്കാം. 2500 എന്തായാലും കുറഞ്ഞ് വരും. കാരണം ഇവിടെ അങ്ങനെ റേറ്റ് ഒന്നും ഇല്ലെങ്കിൽ ഓരോരുത്തർ തോന്നിയ വിലയൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരാൾക്ക് 300 രൂപ കൊടുത്തെങ്കിൽ ഇവിടുന്ന് സോൻമാർഗ് വന്ന് അവിടത്തേക്ക് തിരിച്ച് അപ്പ് ആൻഡ് ഡൗൺ 300 രൂപയൊക്കെ എത്താൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് വന്ന ചിലവ്. ഇവിടെ മെയിൻ കാശ്മീരിലെ മെയിൻ എക്സ്പെൻസീവ് ആണ്. മെയിൻ തിങ് എന്ന് പറയുന്നത് ബാർഗനിങ് ആണ് ഇവിടെ. അപ്പോൾ തിരിച്ചിറങ്ങിയാണ് കേട്ടോ. നടക്കാനില്ല കേട്ടോ, ഉരുത്തി പോവാണ്, തെന്നി പോവാണ്. തിരിച്ച് താഴേക്ക് ഇറങ്ങിയാണ്. കുറേ സമയം മുകളിൽ തന്നെ ഇരുന്ന് സെറ്റായിരുന്നു. ഇതാ തിരിച്ച് താഴേക്ക് ഇറങ്ങാണ്. സെറ്റ്. പിന്നെ ഇതിലൂടെ ഞങ്ങൾക്ക് ബൈക്കൊക്കെ ഇട്ടോ, ബൈക്കൊക്കെ എടുത്തിട്ട് നമുക്ക് യാത്ര ഇതൊക്കെ കറങ്ങിയിട്ടൊക്കെ കാണാം. അതൊന്നും എടുത്തില്ലെങ്കിലും ഇവിടെ വരുന്നത് വേറെ തന്നെയാണ്. അത് എടുത്തില്ലെങ്കിലും ഇതൊക്കെ കാണേണ്ട സ്ഥലം തന്നെയാണ്. ഇവിടെയുള്ള ഫുഡൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഒരു ചോളൻ വാങ്ങിച്ചു, മറ്റേ മസാല ഒക്കെ ഇട്ടിട്ടുള്ള ചോളൻ 50 രൂപയാണ് പറഞ്ഞത്. പിന്നെ അങ്ങ് വാങ്ങിച്ചു, വിശന്നിട്ട് കഴിഞ്ഞില്ല. 50 രൂപ. ഇപ്പൊക്കെ നല്ലതൊക്കെ മുറിച്ചിട്ടുണ്ട്, മനസ്സിലാവുന്നുണ്ട്. സോ ബൈ ബൈ സോൻമാർഗ്.
നമ്മളാണ് അത് വേറെ നമ്മള് കണ്ടത് ഇവിടെ കളിക്കുന്നത് അത് വേറെ ടീം. അവര് പാക്കേജാണ്. പക്ഷെ അവര് പാക്കേജ് തിരിച്ചു പോകുമ്പോ ഒരു ലേക്കിന്റെ അടുത്ത് അവരെ നിർത്തി തന്നെയാണ്. അപ്പൊ ഇവിടുന്ന് കാണുന്നുള്ള ഒരു വ്യൂ. ഇതാണ് ആ ലേക്ക്. തെന്നലുണ്ടാവടാ, സൂക്ഷിക്കേ. എന്താ കാട്ടുന്നേ? നല്ല അടിപൊളി. മിനി സ്വിറ്റ്സർലാൻഡ്. എന്ത് രസമാണ് ഈ സ്ഥലം. ഒരു സ്വിറ്റ്സർലാൻഡ് പോലെ തന്നെ ഉണ്ട്, ഒരു ഫോറിൻ ടച്ച് തന്നെ ഉണ്ട്. ഇന്ത്യയിലെ സ്വർഗം കാശ്മീർ, അത് 100% ഉറപ്പാ. ലേക്കിന്റെ കുറച്ച് അടുത്തേക്ക് പോവാണ്. ഇവിടെ മൊത്തം വെള്ളത്തിൽ കാലങ്ങാനും പോയ പാളി. ഇത് നല്ല വ്യൂ അല്ലേ? ഇവിടെ നല്ലൊരു വ്യൂ ആണ്. പുറകിൽ കാണുന്ന ഒരു ലേക്ക്. ഇത് ജലം ലേക്കല്ലേ? ജലം. ഈ ലേക്കിന്റെ പേര് ജലം എന്നാണ്. ജലം ലേക്ക്. ഈ ജലം ലേക്കിന്റെ പേരിലൊരു ട്രെയിനൊക്കെ ഉണ്ട്. പൂനെന്ന് കട്ടറയിലൊക്കെ വരുന്ന ജലം എക്സ്പ്രസ് ഒക്കെ ഉണ്ട്. ജലം ഇതിന്റെ പേരിലുള്ള. അവിടെ നിന്നൊക്കെ യാത്രയുടെ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. തിരിച്ച് ശ്രീനഗറിലേക്ക്. നമ്മൾ നേരത്തെ ഷൂ എല്ലാം എടുത്ത ഒരു സ്ഥലത്തേക്കാണ് തിരിച്ചെത്തിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഈ ഷൂ ഒക്കെ കൊടുത്ത് നമ്മളെ ട്രാവലറിൽ കയറി ഓഫ് ടു ശ്രീനഗർ. നേരെ ശ്രീനഗർ വെച്ച് അച്ചും. രാവിലെ 9:15 ഇവിടുന്ന് തുടങ്ങിയ യാത്രയാണ്. ഇപ്പോൾ വൈകിട്ട് 7:30 നമുക്ക് രാത്രിയായി. ഒരു 1.5 യാത്ര തന്നെയായിരുന്നു. ഈ ഒരു വഴിയിലൂടെയാണ് നമ്മൾ റൂമിലേക്ക് നടക്കേണ്ടത്. അപ്പോൾ ഇനി തിരിച്ച് റൂമിലേക്ക് പോവാണ്. നല്ല ടയർഡാണ്. കാരണം എത്രയോ ട്രാവൽ ചെയ്ത്. അങ്ങോട്ട് 86 കിലോമീറ്റർ, ഇങ്ങോട്ട് 86 കിലോമീറ്റർ ആ വണ്ടിയിൽ തന്നെ ട്രാവൽ ചെയ്ത്. അപ്പോൾ നല്ല ടയർഡാണ്. നല്ല ടയർഡാണ്. പിന്നെ ഇപ്പോൾ രാത്രിയായി. ഇപ്പോൾ സ്നോ ഒന്നുമില്ല, പക്ഷെ നല്ല രീതിയിൽ തന്നെ തണുപ്പുണ്ട്. കാരണം സ്നോ ഇല്ലാത്തപ്പോൾ തണുപ്പ് കൂടും. അതുകൊണ്ട് പുറത്തൊന്നും ഇങ്ങനെ ഇറങ്ങി നിൽക്കാൻ കുറേ സമയം പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ റൂമിനകത്തോട്ട് പോയി ഇന്ന് നല്ല രീതിക്ക് റെസ്റ്റ് എടുക്കാനുള്ള പ്ലാനിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ സോൻമാർഗ് പോയി അവിടെയൊക്കെ കറങ്ങി വന്ന്. സോൻമാർഗൊക്കെ അടിപൊളിയാണ് കേട്ടോ, അടിപൊളിയായിരുന്നു. അവിടുത്തെ ആക്ടിവിറ്റീസൊന്നും ചെയ്തില്ലെങ്കിലും സോൻമാർഗൊക്കെ അടിപൊളിയാണ്. പിന്നെ ഈ കാശ്മീർ മെയിൻ എടുത്ത് പറയേണ്ട ഒരു കാര്യം, കാശ്മീർ ഭയങ്കര എക്സ്പെൻസീവാണ്. അത് നമ്മൾ ബാർഗൻ ചെയ്ത് കുറയ്ക്കണമെങ്കിൽ നമ്മളെ കഴിവനുസരിച്ചായിരിക്കും നമുക്ക് അതൊക്കെ കിട്ടുക. നമുക്ക് എന്താ ഇപ്പോൾ ടാക്സി ആയാലും ഇത് എന്തായാലും നമുക്ക് കിട്ടുക. അതങ്ങനെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ രാത്രിത്തെ ഫുഡൊക്കെ കഴിക്കാനുണ്ട്, കുറേ ടാസ്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെ റൂമിൻ്റെ അവിടത്തേക്ക് എത്തി. പിന്നെ അതുപോലെ തന്നെ ഈ കാശ്മീരിൽ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഈ കാശ്മീരിലത്തെ ആൾക്കാരെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ടൂറിസ്റ്റായിട്ട് ഭയങ്കര ഫ്രണ്ട്ലിയാണ് അല്ലേ? ഇപ്പോഴത്തെ ആൾക്കാർ ഫ്രണ്ട്ലി വൈബാണ്. കാരണം നമുക്ക് എന്ത് ഹെൽപ്പാണ് അവർ ചെയ്തു തരും. അത്രയ്ക്ക് നല്ല രീതിയിലുള്ള ഫ്രണ്ട്ലിയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ കയറിയ ഒരു ഹോട്ടലിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചായിരുന്നു. അവിടുത്തെ ആൾക്കാർ എടുത്ത് പറയണ്ടേ അവിടുത്തെ ആൾക്കാരുടെ സ്വഭാവമൊക്കെ. പിന്നെ അതുപോലെ തന്നെ നല്ല ടയർഡാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രീത്തിങ് നല്ല പ്രോബ്ലം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ പെട്ടെന്ന് വെച്ച് നിർത്തിയാണ്. നമുക്കിനി നാളെ ഒരു അടിപൊളി വീഡിയോ ഒക്കെ വരുന്നുണ്ട്. നാളെ പ്രത്യേകിച്ചുള്ള ആഴ്ചകളൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ശ്രീനഗരത്തെ മോർണിംഗ് വ്യൂ ഒക്കെ കണ്ട് നമ്മളിങ്ങനെ പോകുന്നൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ആ വീഡിയോ കാണുന്നവരൊക്കെ വീഡിയോയിൽ നിന്ന് എല്ലാവർക്കും ബൈ.